ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. CCB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾക്ക് GK ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകളുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ടോപ്പിക്കുകൾക്ക് ക്ലാസ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ടോപ്പിക്കായിരുന്നു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. അപ്പോൾ ഡേറ്റ്സ് നമുക്ക് നോക്കാം. വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ? ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? മനുഷ്യാവകാശ ദിനം എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്ഥിരമായി ചോദിക്കുന്ന പല എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. 10 ഡിസംബർ 10-ാം തീയതിയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചും ചോദിക്കാം മലയാളത്തിൽ അല്ലെ, ഡിസംബർ 10ന്റെ പ്രത്യേകത എന്താണ്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ് ഡിസംബർ 10. അടുത്തത്, വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് ഓസോൺ ഡേ? ഓസോൺ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? അപ്പോൾ എന്താണ് ഓസോൺ ദിനം? നമ്മൾ എന്തിനാണ് ആചരിക്കുന്നത്? അതായത് ഓസോൺ ലെയറിന് വിള്ളൽ സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടൊക്കെ, അതായത് എൻവയോൺമെന്റൽ പ്രോബ്ലത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അത് നമുക്ക് മനുഷ്യന് അല്ലെങ്കിൽ ജീവനുള്ള ജീവികൾക്കെല്ലാം തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ആ ഒരു വിള്ളൽ ഉണ്ടാകുന്നതിൻ്റെ ബോധവൽക്കരണവും ഓസോൺ ലെയർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകതയൊക്കെ മനസ്സിലാക്കുന്നതിന് ആ ഒരു അവയർനെസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഓസോൺ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നാണ് ഓസോൺ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആയിട്ട്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ എന്താണ്, ഒരു അവയർനെസ് കൂടെ തരുന്നുണ്ട്. മനസ്സിലായോ? അതായത് ആ ഒരു ലെയർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഓസോൺ ലെയർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെ പറ്റി, അല്ലെങ്കിൽ എന്താണ് UV ലൈറ്റ് എല്ലാം മനുഷ്യൻ അധിവസിക്കുന്ന ആ ഒരു ലെയർ ഉണ്ട് അറ്റ്മോസ്ഫിയറിൻ്റെ, ആ ലെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഹാംഫുൾ ആണ് അല്ലേ? അപ്പോൾ ആ ഒരു ബോധവൽക്കരണം കൂടിയാണ് ഓസോൺ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. അടുത്തത്, വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ? തണ്ണീർത്തട ദിനം. അപ്പോൾ റംസാർ സൈറ്റുകളെ കുറിച്ച് നമുക്കറിയാം. പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ് റംസാർ സൈറ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? അപ്പോൾ തണ്ണീർത്തട ദിനം. അപ്പം ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്, അതുപോലെ തന്നെ കേരളത്തിലുണ്ട്. നമ്മുടെ എക്കോളജിയുടെ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഏരിയകൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ്? ഫെബ്രുവരി 2 ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതിൻ്റെ പ്രമേയങ്ങൾ ഉണ്ടായിരിക്കും, മോട്ടോയോ അല്ലെങ്കിൽ ടാഗ് ലൈനൊക്കെ ഉണ്ടാവും, ഓരോ പ്രമേയങ്ങൾ ഉണ്ടാവും. എന്താണ് തീം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഓക്കെ, 2024-ലെയും 2025-ലെയും ഒക്കെ നിങ്ങൾ നോക്കി പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഓരോ വർഷത്തെയും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് എന്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കറണ്ട് അഫെയർ ചേർത്ത് പഠിക്കാം. അടുത്തത്, വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് എർത്ത് ഡേ? എർത്ത് ഡേ ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22 ഭൗമദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. 22 ഏപ്രിൽ ഈസ് സെലിബ്രേറ്റഡ് ആസ് എർത്ത് ഡേ ടു റൈസ് പബ്ലിക് അവയർനെസ് അബൌട്ട് എൻവയോൺമെന്റൽ കൺസർവേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻവയോൺമെന്റൽ കൺസർവേഷനും പ്രൊട്ടക്ഷന് ആ ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏപ്രിൽ 22 എർത്ത് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇറ്റ് വാസ് സെലിബ്രേറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 1970. 1970 ആദ്യമായിട്ട് ഏപ്രിൽ 22 നമ്മൾ എർത്ത് ഡേ ആയിട്ട് ആഘോഷിച്ചു തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അതിനും ഉണ്ടാവും, തീം ഉണ്ടാവും. ഓരോ വർഷത്തെയും തീമുണ്ട്, അത് നോക്കുക, പഠിക്കുക. അടുത്തത്, വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് മലാല ഡേ? മലാലേനെ എല്ലാവർക്കും അറിയാം അല്ലേ? മലാല ഡേ എന്നാണ്?
മലാലയ്ക്ക് നോബൽ പ്രൈസ് കിട്ടിയത്, നോബൽ പീസ് പ്രൈസ് കിട്ടിയത് ആ ഒരു വർഷം മുതലുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മലാല ഡേ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് എന്താണ്? ജൂലൈ 12 മലാല ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. 12 July is celebrated as World Malala Day to honor the young activists around the world. മനസ്സിലായോ? ടു ഓണർ യങ് ആക്ടിവിസ്റ്റ് അറൌണ്ട് ദ വേൾഡ്. ലോകത്തിലെ തന്നെ യങ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേയിൽ നമ്മൾ ആഘോഷിക്കാറ്, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്തത് വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഹിരോഷിമ ഡേ. ഹിരോഷിമ, നാഗസാക്കി ഇതൊക്കെ നമ്മൾ എല്ലാ വർഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത? 6th August is celebrated as Hiroshima Day to acknowledge the massive devastation and human suffering brought by the dropping of nuclear bomb on Hiroshima in 1945. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് അല്ലെ ഹിരോഷിമയിൽ അറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ് ഇട്ടതിന്റെ ആ ഒരു അന്നത്തെ മനുഷ്യര് അവിടെ സഫർ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ എക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് ടീച്ചേഴ്സ് ഡേ. വേൾഡ് ടീച്ചേഴ്സ് ഡേ അപ്പം നമ്മൾ രണ്ടും ഓർക്കണം. നാഷണൽ ടീച്ചേഴ്സ് ഡേ ഉണ്ട് അല്ലേ? നാഷണൽ ടീച്ചേഴ്സ് ഡേ എന്നാണ് നമ്മൾ സെപ്റ്റംബർ 5 നമ്മൾ നാഷണൽ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ടീച്ചേഴ്സ് ഡേ എന്നാണ് ഒക്ടോബർ 5. ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സെപ്റ്റംബർ 5 നാഷണൽ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്? എന്തിൻ്റെ മെമ്മറിയാണ്? അപ്പോൾ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ. എന്തിൻ്റെ മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സെപ്റ്റംബർ 5 നമ്മൾ നാഷണൽ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളത്. 5th October is celebrated as World Teachers Day to observe the signing of UNESCO ILO recommendation concerning the status of teachers in 1966, which talked about the situation of teachers worldwide. ലേബർ ഓർഗനൈസേഷനും യുനെസ്കോയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വേൾഡ് ടീച്ചേഴ്സ് ഡേ ആഘോഷിച്ച് തുടങ്ങിയത്. എന്തിനെ സംസാരിച്ചിട്ടാണ്? ദ സിറ്റുവേഷൻ ഓഫ് ടീച്ചേഴ്സ് വേൾഡ് വൈഡ്, ലോകമെമ്പാടുമുള്ള ടീച്ചേഴ്സിൻ്റെ സിറ്റുവേഷനെ കുറിച്ച് സംസാരിച്ചിട്ടാണ് ആദ്യമായിട്ട് 1966 ലേബർ ഓർഗനൈസേഷനും യുനെസ്കോയും കൂടി ചേർന്നിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ആഘോഷിച്ചു തുടങ്ങിയത്. അപ്പോൾ എന്നാണ്? ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ. നാഷണൽ ഡോക്ടേഴ്സ് ഡേ അത് എന്നാണ്? ജൂലൈ 1. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് എന്തിൻ്റെ റിമെമ്പർ ആണ് എന്ന് നമുക്ക് നോക്കാം. നാഷണൽ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേറ്റഡ് ഓൺ July 1 every year in India. The day honors the birth and death anniversary of Dr. Bidhan Chandra Roy. BC Roy നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. renowned physician and the second chief minister of West Bengal. അതാണ് വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ കൂടിയായിരുന്നു അദ്ദേഹം. ഡോക്ടർ റോയ് വാസ് ബോൺ ഇൻ July 1, 1882, died on the same date in 1962. അദ്ദേഹം അതേ ദിവസം തന്നെയാണ് അന്തരിക്കുകയും ചെയ്യുന്നത്. He dedicated his life to improving India's public health system. The day was first observed in 1991. കണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്, ചരമദിനമാണ്. 1991 മുതലാണ് നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. It recognizes the contribution of doctors and medical professionals to society. It also aims to create awareness about the importance of doctors and their selfless service. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് തീമായിട്ട് വരുന്നത്. ഡോക്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ തീമായിട്ട് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അടുത്തത് വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് പ്രവാസി ഭാരതീയ ദിവസ്. അതെന്താണ്? അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് January 9. January 9 എന്താണിത്?
9 January is celebrated as Pravasi Bharatiya Divas to acknowledge the contribution made by Indians living overseas in the development of India. Abroad ആയിട്ട് താമസിക്കുന്ന ഇന്ത്യൻസ് അല്ലെ, അവര് പലതരത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ ഇന്ന് അക്നോളജ് ചെയ്യാന്നുള്ളതാണ് പ്രവാസി ഭാരതീയ ദിവസ്. പക്ഷേ ഇത് എന്തിന്റെ റിമെമ്പർ ആണ്? It is a day when Mahatma Gandhi returned back from South Africa in 1915. 1915 ജനുവരി 9 മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. അപ്പോൾ ആ ഒരു ദിവസത്തിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9 ആഘോഷിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇതിൻ്റെ ആ ഒരു തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? പല ഇന്ത്യക്കാരും പല രാജ്യങ്ങളിലും താമസിക്കുന്നുണ്ട് അല്ലേ, അവർ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് പലതരത്തിലും ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു അക്നോളജ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ജനുവരി 9 നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ CSEB പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കിട്ടുന്ന ഈ ഒരു സമയം കൃത്യമായിട്ട് വിനിയോഗിക്കുക. മാത്രമല്ല, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അവിടെ GKയ്ക്കും ഇംഗ്ലീഷിനും മാത്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാൻ. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ഇതെല്ലാ സബ്ജക്റ്റുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. അത് ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, റെക്കോർഡഡ് ക്ലാസ്സുകളായിക്കോട്ടെ, മാത്സിനും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ GK ടോപ്പിക്കും. അപ്പോൾ ഈ GK ടോപ്പിക്ക് നമുക്കറിയാം, GK എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യൻ വരുന്നത് 20 സ്ഥലങ്ങളിൽ നിന്നാണ് അല്ലെ. ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സയൻസ് ഉണ്ട്, കറണ്ട് അഫയർ ഉണ്ട്, ബുക്സ് ഉണ്ട്, ഇതുപോലെ ഡേയ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാ ടോപ്പിക് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളായാലും ഇപ്പോൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ പോലെയുള്ള ടോപ്പിക്കുകൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കുകളെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കും. അപ്പോൾ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി പഠിക്കേണ്ട ഒരു സമയമാണ്. കൃത്യമായിട്ട് പഠിക്കുക. മാത്രമല്ല, പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതിൽ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ക്ലാസ്സുകളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ മറക്കരുത്, ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്